അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ലഗ്നത്തിൽ സൂര്യനാണ്, അവിടെ വ്യാഴമുണ്ട്. അത് നേതൃത്വ ഗുണം ഉണ്ടാക്കുന്നു. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ പഠനം, യാത്ര, പരിശീലനം മുതലായിട്ടുള്ള പുരോഗതിക്കും ഒക്കെ വളരെ നല്ലതാണ്. സഹോദരങ്ങളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ പിന്തുണ ഉണ്ടാവും. 12-ൽ ചൊവ്വയാണ്. അതുകൊണ്ട് ചില രഹസ്യ പദ്ധതികളോ ഗൂഢപദ്ധതികളിലോ അതുപോലെ ഗവേഷണം, അതുപോലെ വിദേശ ബന്ധങ്ങൾ, ഇതൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. വിദേശ ജോലിയൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗസ്റ്റ് 5 കഴിഞ്ഞാൽ ബുധൻ ലഗ്നത്തിലെത്തുമ്പോൾ തീരുമാനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തത വരും. അഭിമുഖങ്ങളോ ചർച്ചകളോ അതുപോലെ അവതരണങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായിട്ട് ചികിത്സ, യാത്ര, പഠനം മുതലായവയ്ക്ക് വേണ്ടിയിട്ട് പണം ചിലവാകാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് ക്ഷീണം, ഉറക്കക്കുറവ് ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമം ഉറപ്പാക്കണം. കുടുംബപരമായിട്ട് തൻ്റെ അഭിപ്രായങ്ങളോട് ഒരു യോജിപ്പ് കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകും. തൻ്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൂടും. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അകൽച്ച ഉണ്ടായിരുന്നത് കുറയുന്നതായിട്ട് കാണാവുന്നതാണ്. പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവമന്ത്രം, പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക, അന്നദാനം നടത്തുക, പാല് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലത്തിന് നല്ലതാണ്.